എന്നത്തെക്കാളും കുറച്ച് നേരത്തെ എണീറ്റ് ഇന്ന് ജോലികളൊക്കെ ഒതുക്കിയിട്ട് രാവിലെ വേറെ കുറച്ച് അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേവിച്ച സാധനങ്ങളൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിൽ നിരത്തിയിട്ടുണ്ട് കേട്ടോ. ആ ചോറൊക്കെ എടുത്ത് കാലത്തോടുകൂടി തന്നെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ചട്ടിയിൽ തന്നെ എടുത്ത് ഞാൻ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. കഴിക്കാനുള്ള പാത്രവും ഉച്ചയ്ക്ക് കുടിക്കാനുള്ള വെള്ളം ഉൾപ്പെടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണിൽ കയറി ആരും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതിയിട്ട് ഞാൻ എല്ലാം എടുത്ത് അവിടെ കൊണ്ട് വെച്ചതാണ്. അപ്പോൾ കിച്ചണിൽ കയറിയാൽ കിച്ചണിലും കൂടെ ആകെ അലങ്കോലാക്കി ഇടും. അതുകൊണ്ട് എന്തായാലും ഇവിടെ വെച്ചാൽ ആവശ്യമുള്ളവരെടുത്ത് കഴിക്കുമല്ലോ എന്ന് കരുതി എല്ലാം എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു തണ്ണിമത്തൻ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ മുറിക്കുമ്പോൾ തന്നെ ആ ഒരു വൈറ്റ് കളർ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് കഴിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നില്ല. അങ്ങനെ ഞാൻ അതിനെ മുറിച്ചെടുത്തത് കോഴികൾ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സാധാരണ തണ്ണിമത്തൻ ജ്യൂസാക്കാൻ വേണ്ടി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു തൊണ്ട് മാത്രം കൊണ്ടിട്ട് കൊടുത്താൽ തന്നെ അതിനെ നന്നേ വൃത്തിക്ക് അവർ കഴിച്ചിട്ട് ആ ഒരു പച്ച കളർ മാത്രം വരുന്നില്ലേ, അത് മാത്രം അവിടെ ഇട്ടേക്കും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്കത് കഴിക്കാൻ. തൊണ്ടായാൽ കൂടി കഴിക്കും. അപ്പോൾ ഈ ഒരു തണ്ണിമത്തൻ ഫുള്ളാകുമ്പോൾ അവർ ഭയങ്കര ഉത്സാഹത്തോടെ കഴിച്ചോളും. കാരണം ഇത് ഫുള്ള് വെള്ളമാണല്ലോ. അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചൂട് സമയത്ത്. എപ്പോഴായാലും കഴിച്ചോളും, പ്രത്യേകിച്ച് ഈ ഒരു ചൂട് സമയത്ത്. അപ്പം നോക്കുമ്പോൾ അവർക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മുമ്പൊക്കെ എന്ന് വെച്ചാൽ 2 ദിവസത്തിലൊരിക്കൽ അവർക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടാൽ മതിയായിരുന്നു. അവരുടെ ആ ഒരു വെള്ളം നിൽക്കുന്ന ആ ഒരു പാത്രത്തിൽ വെള്ളം എപ്പോഴും ബാലൻസ് ഉണ്ടാകുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഡെയിലി കൊടുക്കണം കേട്ടോ. ഡെയിലി തന്നെ ചിലപ്പോൾ രാവിലെ വയ്ക്കുന്ന വെള്ളം വൈകിട്ടാകുമ്പോൾ കാണാറില്ല. അത്രയ്ക്ക് മനുഷ്യരെ പോലെ തന്നെ അവർക്ക് കേട്ടോ. എപ്പോഴും ദാഹമാണ്, ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. ആ കുറച്ച് വെള്ളമൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ട് എനിക്ക് വേറെ കുറച്ച് അത്യാവശ്യങ്ങളുള്ളത് തന്നെ രാവിലെ കുറച്ച് പണികളൊക്കെ ഒതുക്കിയിട്ട് ഒന്ന് കളപ്പെട്ട് പോവുകയാണ് കേട്ടോ. പുറത്ത് പോകുന്നതിന് മുന്നേ ആയിട്ട് അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിൻ്റെ ആ ഒരു സൈഡിലായിട്ട് കിച്ചൻ്റെ ആ ഒരു സൈഡിൽ കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ. ഇക്ക വന്നപ്പോൾ ഇപ്പോൾ ഒരാഴ്ച മുന്നേ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പുല്ലൊക്കെ വൃത്തിയാക്കി പറിച്ച് ഇട്ടതാണ് കേട്ടോ. അതിൻ്റെക്ക് വീണ്ടും ഇത്രയ്ക്ക് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്ക എന്നോട് പറഞ്ഞിട്ടാണ് പോയത്, ഇതിങ്ങനെ പിടിച്ച് വരുമ്പോൾ തന്നെ നീ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണേന്ന്. അപ്പോൾ ഞാനത് അപ്പോൾ ഓർത്തു, അത് കാരണം അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. ക്ലീൻ ചെയ്തല്ല, ആ ഒരു പുല്ലുണ്ടല്ലോ, ഈ ഒരു പച്ച പുല്ല് കോഴികൾ കൊണ്ട് ഇട്ട് കൊടുത്താൽ അവർക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കഴിക്കും. അപ്പോൾ ഞാനത് പറിച്ചെടുക്കുമ്പോൾ നോക്കുമ്പോൾ നല്ല പച്ച പുല്ല് കേട്ടോ. എന്തായാലും ഇത് അവർക്ക് കൊട്ടിട്ട് പോകാമെന്ന് കരുതി അങ്ങനെയാണ് അതൊന്ന് പറിച്ചെടുത്തിട്ട്. ആ ഒരു ഏരിയ അങ്ങ് വൃത്തിയായിട്ടുണ്ടായിരുന്നു. ഇതവർക്ക് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ അതുകൊണ്ട് അവരുടെ കൂട്ടിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അടി കൂടി അവരങ്ങ് കഴിച്ചോളും. ഈ ഒരു വേനൽ സമയത്തല്ല, എപ്പോൾ കൊടുത്താലും ഈ ഒരു പച്ചപ്പുല്ലൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് അടച്ചിട്ട് വളർത്തുന്നതാണല്ലോ. അങ്ങനെ ഞാൻ എന്നൊന്നും തുറന്ന് വിടാറില്ല. സമയം കിട്ടുമ്പോൾ മാത്രം വല്ലപ്പോഴും ഒന്ന് തുറന്ന് വിടാറേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉമ്മച്ചിയോട് പറഞ്ഞു, നമുക്ക് കുറച്ച് മാങ്ങ നമ്മുടെ മാവിൽ നിൽപ്പുണ്ട്. നമ്മൾ വാങ്ങി നട്ട ആ ചെറിയ മാന്തയിലൊക്കെ ആദ്യമായിട്ടല്ല, കഴിഞ്ഞ വർഷം കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പഴുപ്പിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് നശിച്ച് പോവുകയാണ് ചെയ്തത്. ഈ പ്രാവശ്യം ഒരു 10-20 മാങ്ങ കായ്ച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മച്ചിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അതിൽ നമുക്ക് ഒന്ന് വെളഞ്ഞ് നോക്കി പറിച്ച് വെച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. താഴെ ചെറിയ മാവാണ്, എനിക്ക് തന്നെ പറിക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഉമ്മച്ചിയും വാപ്പിച്ചുകൊണ്ട് കൂടുതൽ ഇത് നോക്കി വളർത്തിയത് കേട്ടോ. കൂടുതലും എപ്പോഴും വെള്ളം കൊടുക്കുന്നതും അതുപോലെ അതിൻ്റെ ടൈമിൽ വളം ഇടാൻ എന്നോട് പറയുന്നതും ചാണകപ്പൊടിയൊക്കെ വാങ്ങിക്കൊണ്ട് തരുന്നതൊക്കെ വാപ്പിച്ചാണ് കേട്ടോ. പറഞ്ഞാൽ അത് ചെയ്യിക്കാമെന്ന് തോന്നി, അല്ലാതെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല. അങ്ങനെ ഞാൻ ഉമ്മച്ചിയോട് തന്നെ പറഞ്ഞിട്ട് അതൊന്ന് പറിച്ചെടുക്കാൻ. ഒരു 10-20 മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്തായാലും ഒന്ന് പഴുപ്പിച്ച് നോക്കണമെന്ന് കരുതിയിട്ട് പറിച്ചെടുത്തു കേട്ടോ. പിന്നെ വേറൊരു മാവ് അടുത്ത് നിൽപ്പുണ്ട്. അതിൽ നിന്നൊരു 2 മാങ്ങ മാത്രമേ പറിച്ചിട്ടുള്ളൂ. അതിലൊരു 5-6 മാങ്ങ ഉണ്ടായിരുന്നു. എന്തായാലും ഇതൊന്ന് പഴുപ്പിച്ച് നോക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന്. ഞങ്ങൾ ഒരു 3 കൊല്ലം മുമ്പേ വാങ്ങിച്ച് വെച്ച മാവ് തൈകളാണ്. ഞാൻ മുന്നേ കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഇത്രയും മാങ്ങയൊക്കെ കായ്ക്കുന്നത് കേട്ടോ. ചെറിയ മാന്തൈകളാണ്. നമ്മുടെ വീടിൻ്റെ ചുറ്റിനും ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടെങ്കിലും 1-2 മാന്തൈകളോ റംബുട്ടാനോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാൽ ഇതുപോലെ ഉപകാരപ്പെടും കേട്ടോ.